ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം നമ്മുടെ ഡാൻസ് ക്ലാസ് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ ഓണാഘോഷമാണ്. ഓണാഘോഷത്തിന് നമ്മൾ ഒരു പേര് തന്നെ ഇട്ടിട്ടുണ്ട്, തിമിർത്തോണം 2025 ബൈ ടീം CST എന്ന് പറഞ്ഞാൽ സെൻറ്റർ സ്റ്റേജ് ഡാൻസ്. പൂക്കളമില്ലാതെ എന്ത് ഓണാഘോഷമല്ലേ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് പൂക്കളം വരച്ചോണ്ടാണ്. അമ്മയാണ് പൂക്കളം ഇടുന്നത്. അമ്മ നല്ല കിടിലമായിട്ട് വരച്ചിട്ടുണ്ട്. ഇത് അമ്മയുടെ സ്വന്തം പൂക്കളമാണ്, സ്വന്തമായിട്ട് ഡിസൈൻ തന്നെത്താനെ വരച്ച് തന്നെത്താനെ ഇടുകയാണ്. ഞാനും ജസ്റ്റ് ഹെൽപ്പ് ചെയ്തു. 6 മണിയോട് കൂടി തന്നെയാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ടൈം വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ചെയ്ത് നമ്മളൊരു 6:30 കൂടിയിട്ട് പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും പേരൻസും ഫ്രണ്ട്സും പിള്ളേർ സെറ്റും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ലുക്ക് അറ്റ് ദ പൂക്കളം ഗൈസ്, എന്ത് ഭംഗിയായിട്ടാണ് അമ്മ പൂക്കളം ഇട്ടിരിക്കുന്നത്. നല്ല പ്രൊഫഷണലായിട്ട്. ഡാൻസ് ക്ലാസ്സിൽ തന്നെ നമ്മൾ കുറച്ച് പേരോട് പാട്ടെല്ലാം പാടാൻ പറഞ്ഞെങ്കിലും കൂടുതലും നമുക്ക് ഡാൻസ് പെർഫോമൻസസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ദർശനയുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു. അതിനുശേഷം ഞാനൊരു ഡാൻസ് ചെയ്തു. പക്ഷേ ഞാൻ അതിൻ്റെ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് സ്റ്റുഡൻസിൻ്റെ കുറച്ച് ഷോ കേസസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. ഗെയിംസ് ഇല്ലാതെ എന്ത് ഓണപ്പരിപാടിയല്ലേ. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ വെച്ചത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളായിരുന്നു. മിഠായി പെറുക്കലായിരുന്നു ഫസ്റ്റ് ഗെയിം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മ്യൂസിക്കൽ ചെയർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്പർ വെച്ച് ചെയ്യുന്ന ഒരു ഗെയിം കൂടെ ഉണ്ടായിരുന്നു, ടീമായിട്ട് തിരിയുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിം കൂടെ ആയിരുന്നു. നമ്മൾ കിഡ്സിനും അതുപോലെ തന്നെ പാരൻസിനും കൂടി ഒരുമിച്ച് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡൻസ് ആയാലും പേരൻസ് ആയാലും ഭയങ്കര അധികം ഇൻട്രസ്റ്റോട് കൂടി തന്നെയായിരുന്നു ഓരോ ഗെയിംസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്നവർക്കും അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സിനും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എല്ലാവരും കൂടി വരുമ്പോൾ ആ ഒരു ടീം സ്പിരിറ്റോട് കൂടിയും ആ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയും അവർ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് കണ്ടിരിക്കാൻ തന്നെ ഒരു രസമായിരുന്നു മൊത്തത്തിൽ. ഗെയിംസിന് വിൻ ചെയ്ത എല്ലാവർക്കും, അതായത് കിഡ്സ് സെഷനും അതുപോലെ തന്നെ അഡൽട്ട് സെഷനും, അതായത് പേരൻസിന് വേണ്ടിയിട്ടുള്ള ഗെയിംസ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കും കൂടി നമ്മൾ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ആസ് യൂഷ്വൽ കലാശക്കൊട്ട് പോലെ തന്നെ നമ്മൾ ഒരുപാട് ഡാൻസും അതിന് ശേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. കാരണം ഞാൻ തന്നെയായിരുന്നു ആങ്കറിങ്ങും കോർഡിനേഷനും. ഞാനും ബ്രദറും കൂടിയാണ് കോർഡിനേഷനും പരിപാടീസും എല്ലാം ചെയ്തത്. സോ നമ്മൾ വേറൊരാളുടെ കയ്യിലാണ് ഫോൺ കൊടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. സോ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു 2025. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും പരിപാടി നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടന്നു. ആദ്യം നമുക്ക് മൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് സംസാരിക്കാൻ അത്രയും ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മൾ മൈക്കില്ലാതെ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാതെയും സംസാരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി തന്ന ഒരു ദിവസം കൂടിയായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും കൊണ്ടും. പിന്നെ പേരൻസ് അവരും അതുപോലെ തന്നെ സ്റ്റുഡൻസ് അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടും എല്ലാം കൊണ്ടും മാത്രമാണ് നമ്മളുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഒരു പരിപാടി ഇത്രയും ഒരു സക്സസ് ആയത്. കാരണം നമ്മൾ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് 1 ഇയർ ആയിട്ടേ ഉള്ളൂ, 1 ഇയർ ആവുന്നതേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് ഇത്രയും ഒരു സപ്പോർട്ടോടു കൂടിയുള്ള പേരൻസും സ്റ്റുഡൻസും കിട്ടിയത് തന്നെ നമ്മളുടെ ഒരു ഭയങ്കര വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനിവിടെ കരുതുന്നത്. സോ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഓരോ പരിപാടിയും വന്ന് ഭംഗിയാക്കിയ പേരൻസ്, സ്റ്റുഡൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഞാൻ വളരെ എൻ്റെ ഒരു ബിഗ് താങ്ക്സ് ഞാൻ ഇതിനോടകം അറിയിച്ചു കൊള്ളുകയാണ്. ഞാൻ അന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ കാണുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടും, ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടും വ്ളോഗ് കാണുന്ന ആൾക്കാർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ദൈവത്തിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എല്ലാം നല്ല രീതിയിൽ നടന്നു. വ്ളോഗിലിടോ
ഇറ്റ് ടേൺഡ് ഔട്ട് റിയലി വെൽ. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ട് പ്രോഗ്രാം നടന്നു. സോ കുറച്ച് ഗെയിംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്.